അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമ്മുടെ ഊണെല്ലാം കഴിഞ്ഞു കേട്ടോ. സാധാരണ ഞാൻ ഏകദേശം ഒന്ന് ജോലി ഒതുക്കിയിട്ടാണ് ചോറ് കഴിക്കുന്നത്. ഇന്ന് പക്ഷേ ഒന്നും ഒതുക്കിയില്ല. ഇവിടുത്തെ ഊണ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ചോറെടുത്ത് കഴിച്ചാൽ പിന്നെ അറിയാമല്ലോ, എനിക്ക് ഭയങ്കര ക്ഷീണം ഉറക്കമൊക്കെയാണ്. ചോറ് കഴിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പോഴത്തേക്കും ഞാൻ ഒരു 10 മിനിറ്റ് കിടന്നിട്ട് എഴുന്നേക്കാമെന്നും പറഞ്ഞ് പോയി കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പക്ഷേ എഴുന്നേറ്റപ്പോൾ ഒരുപാട് താമസിച്ചു പോയി കേട്ടോ. പിന്നെ ഞാൻ എളുപ്പം എഴുന്നേറ്റ് അടുക്കളയൊക്കെ പാത്രം കഴുകുന്ന പിന്നും പൊട്ടി, അടുക്കള ഒതുക്കാണല്ലോ പാട്. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ദൈവത്തെ വിളിച്ചുകൊണ്ട് പണി അങ്ങ് തുടങ്ങി. ചടപടയെന്ന് ഞാനങ്ങ് പണി ചെയ്തെന്ന് വെച്ചാൽ വൈകിട്ട് എനിക്ക് ഇച്ചിരി പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ പോകണം. എല്ലാ പ്രാവശ്യവും നമുക്ക് അവർ കൊണ്ടുതരികയല്ലേ ചെയ്യുന്നത്. അതുപോലെ എനിക്കൊന്ന് ഹോമിയോ ആശുപത്രിയിലൊക്കെ ഒന്ന് കയറണം. എന്നാൽ പിന്നെ ജോലിയെല്ലാം ഒതുക്കിയിട്ട് പതുക്കെ നടന്ന് പോയിട്ടൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് സായിത തന്ന വിറകാണ് കേട്ടോ. നമുക്ക് വിറക് ഇറക്കി, പച്ച വിറകാണ് കേട്ടോ. അതിപ്പം 2 ദിവസത്തെ വെയിൽ കൊള്ളുമ്പോൾ ഉണങ്ങുമായിരിക്കാം. അങ്ങനെ ജോലിയോട് ജോലി, മുറ്റം തൂപ്പും തുണി അഴുവക്കോ എന്ന് വേണ്ട സകല പണിയായിരുന്നു ഇവിടെ. എന്ന് വെച്ചാൽ മുഖത്ത് നിറച്ചും കുരുക്കൾ വരുവാണ്. എന്താണെന്നറിയത്തില്ല, ഇപ്പോൾ ഈ കുറച്ച് നാളുകൊണ്ട് തുടങ്ങിയതാണ് മുഖത്ത്. എനിക്ക് സാധാരണ മുഖത്ത് കുരു ഉള്ളതാണ്, പക്ഷേ ഇങ്ങനെയും വരത്തില്ല. ഇടയ്ക്ക് വെച്ച് നമുക്ക് പ്രായമൊക്കെ ഇച്ചിരി കൂടി വരുമ്പോഴത്തേക്ക് മുഖക്കുരുവൊക്കെ പോകത്തില്ലേ, അങ്ങനെ ഇടയ്ക്ക് വെച്ച് എൻ്റെ മുഖത്ത് കുരുവേ ഇല്ലായിരുന്നു. ഇപ്പം പക്ഷേ വീണ്ടും മുഖം നിറച്ചും കുരുവാണ്. എന്തോ കാര്യമെന്ന് അറിയാം. ഞാനങ്ങനെ ആവശ്യമില്ലാതെ ക്രീമോ പൗഡറോ ഒന്നും അങ്ങനെ മുഖത്ത് അങ്ങനെ ഇടാറില്ല. ഇടാനുള്ള സമയമില്ല. ഇടാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ആശുപത്രി കാണിക്കണമെന്നും പറഞ്ഞിരുന്നതാണ്. പക്ഷേ എവിടെയും പോക്ക് നടന്നില്ല. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ, ജോലിയോട് തുണിയൊക്കെ കഴുകിയിട്ട് വന്നാണ് ഞാൻ പിന്നെ പെരയ്ക്കാവോ തൂക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഇന്ന് പോക്ക് നടന്നില്ല. ഈ പോക്ക് നാളത്തേക്ക് മാറ്റി വെച്ച് പച്ചക്കറി ഞാൻ വിളിച്ചു പറഞ്ഞ് അവർ പച്ചക്കറി കൊണ്ട് തന്നു കേട്ടോ. അതാണ്ട് ഇതാണ് അവസ്ഥ. എൻ്റെ മുഖം നിറച്ചും കുരുവാണ്. എന്തോ കാര്യമൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും പോക്ക് നാളത്തേക്ക് മാറ്റി. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ.